മേഘം താഴെ കിടക്കുന്ന ഓണമല്ലേ? അടിയോ സമയത്ത് പാട്ടില്ലേ ലൈറ്റ് ഉള്ളതുകൊണ്ട് സാധനം കേൾക്കും സാധനം കേൾക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവർക്കും ഓണാശംസകൾ. ഓണാശംസകൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. നമ്മളെ വിട്ടുപോയവർ, നമ്മുടെ മുണ്ടക്കൈ, അതുപോലെ അതിനോടടുത്ത് തന്നെ മറ്റു സ്ഥലത്തുമൊക്കെ ഉരുൾപൊട്ടലുണ്ടായിട്ട് നമ്മളെ വിട്ട് ഒരുപാട് പേര് പോയിട്ടുണ്ട്. അപ്പം ഈ ഓണം വരുമ്പം കഴിഞ്ഞ ഓണത്തിൽ നമ്മളോട് ചേർന്ന് നിന്ന, നമ്മൾ സ്നേഹം പങ്കിട്ട, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മളെ വിട്ടുപോയിട്ടുണ്ട്. അവരെ നമുക്ക് മറക്കാൻ പാടില്ല. നമ്മൾ കൈകോർത്ത് നിന്നതുപോലെ തന്നെ മനസ്സുകൊണ്ട് നമ്മൾ ഈ ഓണവും അവരോടൊപ്പം നിൽക്കണം. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് അവരൊന്ന് ധ്യാനിച്ച ശേഷം നമ്മൾ ഭക്ഷണം കഴിച്ച് നമുക്ക് തുടങ്ങാം. അപ്പം അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട്, നമ്മളെ വിട്ടുപോയവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നും ഓണാശംസകൾ പറയുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഏലപ്പാറയിലാണ്. സാധാരണഗതിയിൽ ഒരു ഓണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വീട്ടിൽ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് ഭക്ഷണം കഴിക്കുന്നതാണ് എൻ്റെ രീതി എന്ന് പറയുന്നത്. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് ഏലപ്പാറയിലാണ്. കാരണം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു മക്കളെയും കൂട്ടി ഏലപ്പാറ നമ്മുടെ ചിന്ന ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിൻ്റ് നിങ്ങളിന്ന് കാണിക്കണം എന്ന് വിചാരിച്ചു. മക്കളെന്ന് കാണിക്കണം, അതോടൊപ്പം നിങ്ങളെന്ന് കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. കാരണം ഏലപ്പാറ എന്ന് പറയുന്ന ഒരു ഏലപ്പാറ എന്ന് പറഞ്ഞാൽ ആ വാക്ക് പോലെ ചെറിയൊരു സ്ഥലമല്ല, ഇമ്മിണി വലിയൊരു സ്ഥലമാണ്. പറഞ്ഞ പോലെ എൻ്റെ മക്കളെ കാണിച്ചില്ലല്ലോ. ഇതാ മക്കൾ കണ്ടേ, ഗൗരി നന്ദന കൈലാസനാഥൻ.
അതുകൂടാതെ തന്നെ നമ്മുടെ അനിയൻ സ്ഥാനീയനായ വൈശാഖ് കൊണ്ടുകൂടെ നമ്മളൊരു കാറിലാണ് വന്നത്. വൈശാഖാണ് വണ്ടിയായിട്ട് വന്നത്. അപ്പം ഇവിടുത്തെ കാഴ്ചകൾ എന്താണെന്നുള്ളതും ഈ സൈഡ് തന്നെ അല്ലാതെ നമ്മുടെ ചപ്പാത്ത് കഴിഞ്ഞിട്ട് റോഡ് പണി നടക്കുന്ന ഭാഗത്ത് ഞങ്ങൾ വഴി തിരിച്ചു വിട്ടപ്പോൾ ഞാൻ കണ്ട കുറച്ച് സ്ഥലങ്ങളിലൂടെ നിങ്ങളിത് കാണിക്കാം. അതെങ്ങനെ ഉണ്ടെന്നുള്ളതും ഒരു ടൂറിസത്തിന് വേണ്ട എല്ലാ ഫെസിലിറ്റി, എല്ലാ സൗകര്യങ്ങളും പ്രകൃതി നമുക്ക് ഏലപ്പാറയ്ക്ക് തന്നിട്ടുണ്ട്. അത് എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് ഏലപ്പാറ നിവാസികളും അതിനോടനുബന്ധിച്ച് തന്നെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും ഒന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായ സ്ഥലം ലോകത്തിൻ്റെ കണ്ണുകളിലെത്തിക്കും. ഒരുപാട് ആൾക്കാർ ഏലപ്പാറയിലേക്ക് വരികയും ചെയ്യുന്ന യാതൊരു സംശയമില്ല. കാരണം അത്ര കണ്ട് മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഏലപ്പാറ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന വ്യൂ പോയിൻ്റ് പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ നോക്കിയാൽ നമുക്ക് ഉദയം കാണുക എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷേ മക്കൾക്ക് ഭാഗ്യമില്ല എന്ന് വേണേൽ പറയാം. കാരണം ഇപ്പം കാർമേഘം മൂടി കിടക്കുന്നതാണ്, നമുക്ക് കാണാൻ പറ്റില്ല. ഞാനിപ്പോൾ അത് ഇതിൻ്റെ ബാക്ക് ക്യാമറയിൽ കാണിക്കാം. ഈ കാണുന്ന വഴി എന്ന് പറയുമ്പോൾ നമ്മുടെ കട്ടപ്പനയിൽ നിന്ന് നേരെ ഏലപ്പാറ വഴി കുട്ടിക്കാനം പോകുന്ന വഴിയാണിത്. അപ്പോൾ ഇവിടെ നിന്നുള്ള താഴോട്ടുള്ള കാഴ്ച എന്ന് പറയുമ്പോൾ ഇതാണ്. കൊണ്ട് നോക്കിയേ, ഈ ഭാഗത്തായിട്ട് സൂര്യൻ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ഭംഗിയായിരിക്കും കാണാനായിട്ട്. എന്നാലോചിച്ച് നോക്കി, ഇവിടെ നല്ല ഇറക്കം, നല്ലൊരു താഴ്ചയാണ് കേട്ടോ. ഒരു അരുവിയൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. നല്ലൊരു വ്യൂ പോയിൻ്റാണിത്. കാരണം നമുക്ക് കണ്ണിന് കാഴ്ചയ്ക്ക് തടസ്സമായിട്ട് യാതൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അത് മനോഹരമായ പച്ച പൊതച്ച് നിൽക്കുന്ന മലനിരകളാണ് നമുക്ക് ചുറ്റും കാണുന്നത്. മനോഹരമായൊരു കാഴ്ചയാണ്. അതുപോലെ തന്നെ ചിന്നാർ എസ്റ്റേറ്റിൻ്റെ തേയില കൃഷി ഈ ഒരു സൈഡിലുണ്ട്. ഈ ഒരു സൈഡിൽ താഴോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ച സ്ഥലം എന്ന് പറയുന്നത്. വളരെ മനോഹരമായ സ്ഥലമാണ്. കാറുകളൊക്കെ ഇടുകയാണെങ്കിൽ തന്നെ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ഇതുപോലെ മോളെ ഇങ്ങോട്ട് മാറി നിൽക്ക്. ഇതുപോലൊക്കെ റോഡിലോട്ട് കുട്ടികൾ ഇറങ്ങിപ്പോണെങ്കിൽ അത് വളരെ ഡേഞ്ചർ ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ നിന്ന് കാഴ്ചകൾ കാണുന്നൊരു കുട്ടികളായിട്ട് വരികയാണെങ്കിൽ വളരെ സേഫായിട്ട് നിന്ന് കാണുകയും കൂടി ചെയ്യണം. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത്. ബാക്കിയുള്ള കാഴ്ചയൊക്കെ നമുക്ക് യാത്രയിലൂടെ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കേണ്ടതാണ്. അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നമുക്കത് കഴിക്കണം. ഇവിടുന്ന് ഇപ്പം നമ്മൾ പോകുന്ന നേരെ ചപ്പാത്ത് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ ചപ്പാത്ത് എന്ന് പറയുന്ന സ്ഥലം വരെ പോയിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് ഞാൻ കണ്ട വഴിയിലൂടെ നിങ്ങളിത് കൊണ്ടുപോകാം. ഓക്കെ, വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. ഡ്രൈവർ നമ്മുടെ റിനോൾട്ടിൻ്റെ ഡ്രൈവറാണ് നമ്മുടെ ഇന്നത്തെ വണ്ടി. ചപ്പാത്തിന് പോയിട്ട് എന്തോ ചെയ്യാനാ പ്ലാൻ വരുന്നില്ല. ചപ്പാത്തിന് പോയിട്ട് ചപ്പാത്തിയും മുട്ടക്കറിയും കഴിക്കാനാണ് പ്ലാൻ. അപ്പോൾ അവിടെ ഇനി അത് കിട്ടുമോ എന്നുള്ള കാര്യം, ഇന്ന് തിരുവോണം ആയിക്കൊണ്ട് അത് കിട്ടുമോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ശിവശംഭോ ശിവശംഭോ ശിവോ ശംഭോ കൺഫ്യൂഷൻ തീർക്കണമേ. എഴുതിയതെല്ലാം എത്തിയതിന്റെ ആകാശത്താരത്തിൽ മഴവില്ലിലെ വെള്ളയ കൊമ്പരപ്പമ്പര ചുറ്റലും കണ്ടോ നീ. രാമോ മാറിലൂടെ കാല് കീറി കാട്ടു ചോലയെ അങ്ങനെ നമ്മൾ ചപ്പാത്തി എത്തി. ഇനി ഇവിടെ ചപ്പാത്തി മുട്ടക്കറി നമുക്ക് നോക്കണം അല്ലേ. ചിന്നത്തി പൊരി കൊഞ്ചലെ അത് മുട്ടിക്കളി അപ്പം നമ്മൾ ചപ്പാത്തിൽ വന്നിട്ട് കട കാണിക്കാം. അവിടെ ചപ്പാത്തി പൊറോട്ടയും മുട്ടക്കറിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും നമ്മൾ ചപ്പാത്തിൽ വന്നിട്ട് ചപ്പാത്തിയും മുട്ടക്കറിയും തന്നെ കഴിക്കാനാണ് തീരുമാനം. ഇതേ തമ്പിച്ചേട്ടൻ്റെ കട, നമ്മൾ അവിടെ നിന്നാണ് കഴിക്കാൻ പോകുന്നത്. ഓക്കെ, അടിപൊളി. ഇവിടെ ഈ ടേബിളിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ നദി ഇങ്ങനെ ഒഴുകി പോകുന്ന കാണാം കേട്ടോ. ഇവിടെ ഭയങ്കരമായിട്ട് വെള്ളം കിടന്ന സ്ഥലം കേട്ടോ. ഏതാ നമ്മളിപ്പോൾ വലിയ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യണ്ട. ഇന്ന് ഓണമാണ്. ചെറിയ കടയാണ് കേട്ടോ.
എന്നാ പറയണേ, ഇത് നല്ല കാഴ്ചയാണ്. കേട്ടാ ചപ്പാത്തി വന്നിട്ട് ചപ്പാത്തി കഴിക്കാന്ന് പറഞ്ഞിട്ട് പൊറോട്ട, ചപ്പാത്തി ഇല്ലല്ലേ? ഇവിടെ ചപ്പാത്തി ഇല്ല കേട്ടോ. അതുകൊണ്ട് പൊറോട്ട, അപ്പം ഞാനും പൊറോട്ട വാങ്ങിച്ചു കേട്ടോ. പൊറോട്ട എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല. എനിക്ക് കോമ്പിനേഷൻ മുട്ടക്കറി. നമ്മളങ്ങനെ ചപ്പാത്തി ഇല്ലാതെ ഫുഡ് കഴിച്ച്, പൊറോട്ട കഴിച്ച്, അപ്പം കഴിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഇത് ഈ പാലം കേട്ടോ, ഇപ്പം ഇവിടെ വെള്ളം ഒഴുകുന്ന ഈ സ്ഥലം, ഈ സ്ഥലത്ത് എൻ്റെ അച്ഛൻ പറഞ്ഞൊരു ഓർമ്മയാണ്. അവിടെ ഒരു അംബാസഡർ കാർ ഫാമിലി സഹിതം ഒഴുകിപ്പോയതാണ്. അന്ന് ഇത്രയും ഫെസിലിറ്റി ഒന്നും ഇല്ലായിരുന്നു. ചപ്പാത്തിൽ കാണുന്ന അത്രയും ഉയർന്നിട്ടൊന്നും ഇല്ലായിരുന്നു. ആ റോഡിൽ കൂടെ തന്നെ ഇങ്ങനെ വെള്ളം ഒഴുകി പോകുമ്പോൾ ഒരു നല്ല മഴക്കാലത്ത് ഒരു അംബാസഡർ കാർ ഫാമിലി സഹിതം ഒഴുകിപ്പോയ ഒരു സംഭവം എൻ്റെ അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അതൊക്കെ പോട്ടെ, നമ്മളിനി നമ്മുടെ കാഴ്ചകളിലേക്ക് പോകണം. നമുക്കറിയാം, നമ്മുടെ മുണ്ടക്കയം കഴിഞ്ഞ് കുട്ടിക്കാനം വരെ ഒരു ചുരമാണ്. അതുപോലെ തന്നെ ഒരു ചുരം നമ്മുടെ ചപ്പാത്ത് മുതൽ, ചപ്പാത്തല്ല ശരിക്കും പറഞ്ഞാൽ 4 മൈൽ മുതൽ നമ്മുടെ മേമല വരെയുണ്ട്. അപ്പോൾ ഇതിനകത്ത് മനോഹരമായ കുറച്ച് കാഴ്ചകളുണ്ട്. നമുക്ക് ആദ്യം ആ കാഴ്ചകളൊന്ന് കാണാം. അതിനുശേഷം നമുക്ക് ബൈ റൂട്ടിലോട്ട് പോയിട്ടുള്ള ഞാൻ കണ്ട് പരിചയപ്പെട്ട ആ സ്ഥലം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ. നമ്മളിപ്പോൾ തിരിച്ച് നമ്മൾ ഏലപ്പാറെത്തി. ഇവിടെ ഇപ്പോൾ ഒരു മുസ്ലിം പള്ളിയുണ്ട്, ഒരു മസ്ജിദുണ്ട്, കാണിക്കാം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് ഒരു വഴിയുണ്ട്. ആ വഴിയാണ് നമ്മളിപ്പോൾ കയറി പോകാൻ. ഇവിടെ ഒരു ബോർഡുണ്ട്, ഉപ്പുതറ പശുപ്പറ കണ്ട. ആ ഒരു മസ്ജിദ് കണ്ട, ആ മസ്ജിദിൻ്റെ അവിടെ നമുക്ക് ഒരു അല്പം ചെന്നിട്ട് റൈറ്റിലേക്ക് കയറി പോകണം. പോട്ടെ
തിളക്കം നിറയും വനാന്തരം മഴ മുഴക്കും അന്തിവയിൽ ചെങ്കൊടിക്കുമീതേ വന്നിരിക്കൂ ചെമ്പരുന്തിനി ഈ ലോകം കണ്ടു പറക്കൂ പണ്ടുമില്ല ഏറും മറക്കുമില്ല വാനം തിളക്കണ ഭൂമി പറക്കണ ലോകം ചെമ്പാരത്തോപ്പ് എത്തിടുമേ അക്കം പക്കം ഇക്കൂട്ടിൽ ഞാൻ വെച്ചത് അതന്നെ പടരും അടിപൊളി സ്ഥലമല്ലേ നന്ദു? സ്ഥലം ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണേ. മുബാറക് വീതി പറഞ്ഞ വഴിയാ കേട്ടോ, വളരെ സൂക്ഷിച്ചു കൊണ്ട് ഏരിയ. നമ്മളാരും തല്ലാൻ പോണത് നമ്മളിവിടെ ഇടയ്ക്കൊന്ന് വണ്ടി നിർത്തിയിട്ട് അവരുടെ നടന്നു പോകണുണ്ടോ. ഈ സ്ഥലം നോക്കി എന്ത് ഭംഗിയാ നോക്കിയാൽ കാണാനായിട്ട്, അടിപൊളിയല്ലേ. ഇവിടെ ഇതൊരു അമ്പലമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതെ, നമ്മൾ തോന്നലല്ല, അമ്പലമാണ്. പിന്നെ അത് സെന്നി വാലി ടീ ഫാക്ടറിയുടെ ഒരു ബോർഡ് ഇട്ടിട്ടുണ്ട്. ഇതുണ്ട് പഴയ രീതിയിലുള്ള വീടുകൾ, എല്ലാം കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ വീടാണ്. എനിക്കൊന്നല്ല, ഇത് തേയില കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയേക്കണം. ഈ വഴി കാണും, എന്ത് രസം നോക്കി, അടിപൊളി. ഇത് അന്നപൂർണേശ്വരി ക്ഷേത്രമാണ്. ഇത് ഈ ഓഡിറ്റോറിയത്തിൻ്റെ പേര് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഇപ്പം എല്ലാവരും ഹാപ്പി ആയി കേട്ടോ. അത്യാവശ്യം ഫോട്ടോ ഒക്കെ എടുത്ത് പോയേക്കാം. ഇനി സ്ഥലങ്ങളുണ്ട് കേട്ടോ, അതൊക്കെ കാണാം. ഓണമായിട്ട് എല്ലാവരും അമ്പലത്തിലൊക്കെ പോകാനൊക്കെ ഉള്ള അല്ലേ. വണ്ടി അടിപൊളി മരങ്ങളൊക്കെ നിൽക്കുന്നത് നല്ല ഭംഗിയില്ല കാണാൻ. അടിപൊളി, ഒരു രക്ഷയില്ല. കുറച്ച് മഞ്ഞുടൊക്കെ ഉണ്ടാവണമായിരുന്നു. പട്ടി കുറച്ച് മഞ്ഞുടൊക്കെ ഉണ്ടാവണം, അല്ലേ? കിടിലായിരുന്നു. ആഹാ, പൊളി. പറ്റിയ പാട്ട് നോക്കി, എന്താ രസം നോക്കി. അന്ന് ബസ്സിൽ വന്നപ്പോ എനിക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല. വണ്ടി ഓടിക്കണ്ട. ഇതിപ്പോ എനിക്ക് വരുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഇറങ്ങുമ്പോൾ കാഴ്ചയേ ഉള്ളൂ. ഞാൻ മിക്സഡ് അല്ല, ഞാൻ വോയിസ് എടുത്തേക്കുന്നത്. അടിപൊളിയല്ലേ നോക്കിയോ. ഫോട്ടോ എടുക്കാൻ പറ്റിയ ഫോട്ടോ നോക്കി, എന്താ ഭംഗിയാന്ന് നോക്കി. അപ്പൊ ഞാൻ വന്നതും കളിച്ചത് ഒന്നും നഷ്ടമായില്ല കേട്ടോ. ദേ നോക്കി, ഒരു നാളും പൂക്കാമാം കൊമ്പിൽ തൊഴിലൊന്നു പാടിപ്പറന്ന മധുമാസം ഒരു മാല കൊണ്ടുവന്നല്ലോ. കൊതിയോടെ ഓടിപ്പോയി പടിവാതിൽ
വാതിലിൽ ചെന്ന് മിഴി രണ്ടും നീന്തുന്ന അങ്ങനെ വന്നപ്പോൾ ഞാനിവിടെ ഇറങ്ങി കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ ഭംഗി കണ്ടിട്ട് ഇറങ്ങിയതാണ്. കണ്ടോ, എന്ത് രസമെന്ന് നോക്കിയാൽ കാണാനായിട്ട്. ഈ തേയിലയെല്ലാം കവാത്ത് നിർത്തിയിരിക്കുക. കവാത്ത് എന്ന് പറഞ്ഞാൽ വെട്ടി നിർത്തിയിരിക്കുക. കണ്ടോ, മക്കൾ രണ്ടും താഴെ നിൽക്കുന്നു. വഴി കിടക്കുന്നുണ്ടോ, വീതി പറഞ്ഞ വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പാർക്കാനുള്ള സ്ഥലമുണ്ടെങ്കിൽ മാത്രം നമ്മൾ പാർക്ക് ചെയ്യാവും. ഇതും വീതി പറഞ്ഞ വഴിയാണ് ഇറങ്ങാനായിട്ട്. രസമുണ്ട് കാണാം അല്ലേ? ഓ മിക്കവാറും ഇരിക്കുന്നുണ്ടോ. വണ്ടി ഓടിക്കത്തില്ല ഉള്ളൂ, ചുമ്മാ ഡ്രൈവിംഗ് സീറ്റ് കൊതുകൊണ്ട് കയറി എന്നുള്ളതേ ഉള്ളൂ. നമ്മളവിടുന്ന് വണ്ടി വിട്ടു. ഇപ്പോൾ ഒരു ചെറിയൊരു പാലം ഉണ്ട് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ചെറിയൊരു നീരൊഴുക്ക്, തോടോ ഒക്കെ അങ്ങ് ഉണ്ട്. ഫോട്ടോ എടുക്കുന്നുണ്ടോ അതോടെ? അത് പോട്ടെ. അപ്പം നമ്മുടെ ഈ എസ്റ്റേറ്റിൻ്റെ, അതായത് തേയില എസ്റ്റേറ്റിന്റെ ബോർഡ് ഇപ്പൊ നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. ബസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരെ ഏലപ്പാറ എന്നിട്ട് അവിടെ നമ്മുടെ വാഗമൺ റൂട്ട് കുറച്ച് ദൂരം. ഓക്കെ, നമ്മളിപ്പോ ഏലപ്പാറ ടൗൺ കഴിഞ്ഞിട്ട് വാഗമൺ റൂട്ട് കഴിഞ്ഞു. വാഗമൺ റൂട്ടിലെ കാഴ്ചകൾ നമുക്ക് കാണാം. കാരണം ഏലപ്പാറയെ കേന്ദ്രീകരിച്ചുള്ള മനോഹരമായ സ്ഥലങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. മുഴുവൻ മലകളാണ്, നമ്മുടെ മുഴുവൻ തേയിലയുടെ കൃഷിയാണ് ഇപ്പൊ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. ശരിക്കും ഇതിന്റെ ഏലപ്പാറയുടെ ഭംഗി എന്ന് പറയുന്നത് ഈ തേയില കൃഷിയും ഈ മലനിരകളുടെ ആ അടുക്കും ചിട്ടയൊക്കെയാണ്. വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ വീടുകളൊക്കെ ഈ പാലമൊക്കെ നമ്മൾ മേളിക്കോട് ബസ്സിൽ പോകുമ്പോൾ കാണാം കേട്ടോ. ഭയങ്കര രസമാണ്. പോകാൻ തോന്നല്ലേ? ഇത് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് DTPC ഇങ്ങനെ പറയാനുള്ള കാര്യം ഇപ്പൊ കാണിച്ചു തരാവേ. നമ്മുടെ ബസ് കണ്ടാണ്ട് അതുവഴി ബസ്സിൽ പോകുമ്പോ നമുക്ക് കാണാം ഈ വഴിയെ. ഇതുവഴി നമുക്ക് പോകാൻ വിചാരിച്ചു. കുറച്ചുകൂടെ ഒന്ന് നമുക്ക് സഞ്ചരിച്ചിട്ട് വരാം. നിങ്ങളോട് പോകാം. നമ്മളിപ്പം ഈ റൂട്ട് ഞാൻ ആദ്യമായിട്ട് വരുന്നത് കേട്ടോ. മറ്റേ വാഗമൺ റൂട്ട് ഞാൻ പോയിട്ടുണ്ട്. ഈ റൂട്ടിലാണ് കേട്ടോ. കാരണം ഭംഗിയുള്ള സ്ഥലം തന്നെ. പക്ഷെ ഇവിടെ നമുക്ക് വരേണ്ട ക്ലൈമറ്റ് എന്ന് പറയുന്നത്, നമ്മളിവിടെ വരേണ്ട ഡിസംബർ മാസം, ഡിസംബർ ജനുവരി, നവംബർ ലാസ്റ്റ്, ഡിസംബർ ജനുവരി ആ മാസത്തൊക്കെ നല്ല മഞ്ഞ്, നല്ല തണുപ്പൊക്കെ ഉണ്ടാവും. അന്നേരം ഈ വഴി വരണം. അടിപൊളിയാണ്. നമ്മള് കുറച്ചിങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പം ആ തേയില കൃഷിയുടെ ഒക്കെ അത് കഴിഞ്ഞിട്ടിപ്പം എന്താ പറയുന്നത്, ഏലത്തിന്റെ കൃഷിയാണ് ഇപ്പൊ ഇവിടെ കാണുന്നത്. ചിലപ്പോഴാണ് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെയും ചിലപ്പോൾ തേയില കൃഷി വന്നേക്കാം. ഇവിടെ തേയിലൊക്കെയാണ്. നമ്മൾ ഏതൊരു പള്ളി കണ്ടു കേട്ടോ. റവാക്കട പോകുന്നൊക്കെ വഴി ചെറിയൊരു ജംഗ്ഷനിലേക്ക് വന്നു കേട്ടോ. ജംഗ്ഷനല്ലേ ഇത്? ചെറിയ ജംഗ്ഷനാണ്. ഇവിടുന്ന് വാങ്ങോണ്ട് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ബോണാമി അല്ലേ? അപ്പൊ ഇതാണ് ബോണാമി. യെസ്. ബോണാമി എന്ന് പറഞ്ഞ ആ ചരിത്രം അറിയാമോ? ചരിത്രം പറയാം, ഇപ്പൊ പറയാം. ഇതാണ് ബോണാമി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഞാൻ ഈ സ്ഥലം ഒന്ന് കാണണം വിചാരിച്ചിരിക്കുന്നു, കണ്ടു. ഓക്കെ. അപ്പൊ ഇതിന് ചരിത്രം പറയാം കേട്ടോ. അപ്പം ബോണാമി എന്ന് പറഞ്ഞ സ്ഥലത്തെ കുറിച്ച് ഞാൻ വായിച്ചറിഞ്ഞൊരു കാര്യം, പണ്ട് ഇവിടെ ബ്രിട്ടീഷുകാർ വന്നിട്ട് ഈ തേയില കൃഷി തുടങ്ങുന്ന സമയത്ത്
കുറെ ആൾക്കാരെ ഈ കൃഷി ചെയ്യണമല്ലോ, അപ്പം കുറെ ആൾക്കാരെല്ലാം കൂടെ സംഘടിപ്പിച്ചിട്ട് ഇവര് തേയില കൃഷിയൊക്കെ തുടങ്ങി വിജയകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് പ്ലേഗ് എന്ന് പറയുന്ന രോഗം വരുന്നത്. ഈ പ്ലേഗ് രോഗം വന്നു കഴിഞ്ഞാൽ പ്ലേഗ് അന്ന് അതിനെ പറ്റി ചികിത്സ ഒന്നുമില്ല, ആളുകൾ മരിക്കുക എന്നുള്ളതാണ്. ഇത് പടർന്ന് പിടിക്കുന്ന ഒരു വൈറൽ രോഗമാണ്. ഈ പ്ലേഗ് വന്നിട്ട് ആൾക്കാർ മരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണ്. അപ്പം കൂടുതൽ ആൾക്കാരിലേക്ക് പകരാതിരിക്കാൻ വേണ്ടിയിട്ട് അന്ന് ക്വാറന്റൈനോ അതുപോലെ കാര്യങ്ങളൊന്നുമില്ല, അതിന് മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. എന്നിട്ട് അല്ല, അന്ന് ബൊണാമിയാണ് ശരിക്കും പറഞ്ഞാല് ഈ കേന്ദ്രം, നമ്മുടെ ഈ എല്ലാവരും ഒത്തുചേരുന്നതായിട്ട് ചെറിയ സിറ്റി പോലെ ആയിരുന്നു അത്. അപ്പം അന്ന് അവിടുത്തെ അന്നുണ്ടായിരുന്ന സാഹിബ്മാര് അല്ലെങ്കിൽ അന്ന് മാനേജർമാരും ഒക്കെ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം നടപ്പിലാക്കിയ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ബൊണാമി എന്ന് പറഞ്ഞത്. ഈ ബൊണാമിയിൽ വെച്ചാണ് ഈ പ്ലേഗ് ബാധിച്ച ആൾക്കാരെല്ലാം അവിടെ കൊണ്ടുവന്നിട്ട് ഈ പ്ലേഗിനെ നിയന്ത്രിച്ചില്ല, പിടിപെടുന്ന ആൾക്കാർ മുഴുവൻ മരിച്ചു. അതിനു വേണ്ടിയിട്ട് ഇവര് ഈ പ്ലേഗ് ബാധിച്ചവരെല്ലാം ആ ബൊണാമി എന്ന സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് പെട്രോൾ ഒഴിച്ച് പച്ചയ്ക്ക് കത്തിച്ച് കളഞ്ഞു. അതേയുള്ള മാർഗം, മറ്റു മാർഗങ്ങളില്ല. അപ്പം അങ്ങനെയാണ് ഞാൻ എഴുതി വായിച്ച് കണ്ടത് കേട്ടോ. ഇനിയിപ്പോ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് ഞാൻ വായിച്ചത്. സത്യം പറഞ്ഞാൽ ഞാനത് വായിച്ചപ്പോൾ സ്തംഭിച്ചു പോയി. അങ്ങനെ എനിക്ക് സ്ഥലം എനിക്കൊന്ന് കാണുന്നുണ്ടായിരുന്നു. എന്നാലും അതെനിക്ക് സ്ഥലം എനിക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ബൊണാമി എന്ന് പറഞ്ഞ സ്ഥലം വെച്ച് അത് കഴിഞ്ഞപ്പം ബൊണാമി എന്ന് പറഞ്ഞ സ്ഥലം ആൾക്കാർ ഒരു പേടി സ്വപ്നം പോലെ കണ്ടിട്ട് അവിടെ നിന്ന് കാണുന്ന ഏലപ്പാറയിലേക്ക് ആൾക്കാർ കൂടുകയും കച്ചവടം ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തത്. ഇപ്പൊ അത് പിന്നീട് വളർന്നു വലുതാണ് നമ്മൾ കാണുന്ന ഏലപ്പാറ എന്ന്. അതാണ് എന്റെ ഒരു വിശ്വാസവും എന്റെ ഒരു തോന്നലും ഒക്കെ. അതാണ് അങ്ങനെ അവരാണ് സാധ്യത. അപ്പൊ ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു വിവരം കിട്ടും. വിക്കിപീഡിയ ഞാൻ വായിച്ചൊരു വിവരമാണ്. ഓക്കെ, അതാണ് ബൊണാമിയുടെ പ്രത്യേകത. ഞാൻ കാണാൻ ആഗ്രഹിച്ച സ്ഥലമാണ് ഞാൻ കണ്ടത്. എന്തായാലും ആ ബൊണാമി കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് ഇപ്പൊ ഇവിടെ ഒരു തരം ചെറിയ ചെറിയ കുന്നുകളാണ് കാണുന്നത്. കൃഷിയോ കാര്യങ്ങളൊന്നുമില്ല, മുഴുവൻ കാട് കയറി കിടക്കുകയാണ്. നമുക്കിനി വണ്ടി തിരിച്ച് പോവാം. വേറെ കാരണം ഈ സമയത്തൊക്കെ ഇവിടെ മഞ്ഞുള്ള സമയത്തൊക്കെ വരികയാണെങ്കിൽ നല്ല ഭംഗിയും നല്ല രസമാണ് കാണാനൊക്കെ. പക്ഷെ ഇപ്പൊ നമുക്ക് അതിനെ പറ്റിയൊരു കാലാവസ്ഥയല്ല, അത് ലെയിൻസാണ് അല്ലേ, ലെയിൻസാണ്. ഓക്കെ, നമുക്കിവിടെ വണ്ടി തിരിച്ചിട്ട് നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ തിരിച്ച് ഏലപ്പാറയെത്തി. ഇന്ന് വലിയ ട്രാഫിക് ഇല്ല. പക്ഷെ ഇന്നത്തെ അവസ്ഥ, ഇന്ന് തിരുവോണമായിട്ട് ഇത്ര ആയിട്ട് പോലും ഇതുപോലെ വാഹനങ്ങൾ കൊണ്ട് പാർക്ക് ചെയ്യുമ്പോൾ നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ പാർക്കിംഗ് ചെയ്യുന്ന ആ ഒരു അവസ്ഥ ആലോചിച്ചു. ഇപ്പം വളരെ ഏറെക്കുറെ നല്ല ഫ്രീ ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ ട്രാഫിക് വളരെ, അതായത് പാർക്കിങ് വളരെ ഒരു എന്താ പറയുന്നത് പോരാ. നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുമ്പോൾ ഇതുവഴി കടന്നു പോകുന്ന ആൾക്കാർക്ക് നമ്മൾ ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ നമ്മൾ പാർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണം. അത്രേ ഉള്ളൂ, നടന്നില്ല. ഇന്ന് വളരെ ഈസി ആയിട്ട് നമ്മളിലേക്ക് പോകുന്നു. നമ്മൾ വാഗമൺ റൂട്ട് പോയില്ല. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ കുട്ടിക്കാനം പോകണം. കുട്ടിക്കാനം പോയിട്ട് ഇനിയിപ്പോൾ ഉച്ചയോടുകൂടി നമുക്ക് അവിടെ എത്തണം. ഇപ്പൊ തന്നെ സമയം 9:20. നമ്മൾ ഏലപ്പാറയോട് ഇങ്ങനെ വിട പറഞ്ഞ് പോകുമ്പോഴും ഞാൻ ആ വീഡിയോ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത്രയും മനോഹരമായ ഒരു കാഴ്ച നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരും. ആൾക്കാരൊക്കെ വ്യൂ പോയിന്റ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതിന് കുഴപ്പമില്ല. പാർക്കിംഗ് ഒക്കെ വളരെ ഭംഗിയായിട്ട് പാർക്ക് ചെയ്യുക. പർവ്വതത്തിന്റെ ടോപ്പാണ് ആ കാണുന്നത്, മൗണ്ടൻ ടോപ്പ്. അപ്പൊ എല്ലാവർക്കും ശുഭദിനം.